ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഈ ഒരു സമയത്ത് ഏറ്റവും നന്നായി സംസാരിക്കാൻ അറിയുന്ന കണ്ടസ്റ്റൻസിൽ ഒരാളാണ് ജാസ്മിൻ ജാഫർ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റിൽ ജാസ്മിനെ പറഞ്ഞ് പരാജയപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ജാസ്മിനെ വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജാസ്മിന്റെ ദൗർബല്യം എന്തെന്ന് അറിഞ്ഞിരിക്കണം. ആ ഒരു രീതിയിലാണ് അഭിഷേക് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിനായിട്ട് സംസാരിക്കുകയും ആ ഒരു കോൺവെർസേഷനിൽ കുറച്ചെങ്കിലും വിജയിക്കാനും അഭിഷേകിന് സാധിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ ലൈവില് വമ്പൻ അടിയാണ് നടക്കുന്നത്. ജാസ്മിനും അഭിഷേകും തമ്മിൽ, അതുപോലെ തന്നെ സിജോയും അപ്സരയും ഈ ഒരു കോൺവെർസേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. അഭിഷേക് ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, എല്ലാ കണ്ടസ്റ്റൻസിനോടും ഞാൻ ഒരുപോലെ സംസാരിക്കാറില്ല, കാരണം എനിക്ക് എല്ലാവരുമായിട്ട് ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യാറില്ല. എനിക്ക് അത്തരത്തിലൊരു ആത്മബന്ധം ഫീൽ ചെയ്യുന്ന ആളുകളോട് മാത്രമായിരിക്കും ഞാൻ കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഈച്ചയായിട്ടിരിക്കാൻ വന്ന ആൾക്കാരല്ല. ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് സംസാരിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. അല്ല എങ്കിൽ അഭിഷേക് എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസ് ഹൗസിലേക്ക് പോരരുതായിരുന്നു എന്നുള്ള രീതി സംസാരിക്കുന്നുണ്ട്. പിന്നീട് അത് ഡീവിയേറ്റ് ചെയ്ത് പുറത്തുപോയ ഗബ്രിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് അഭിഷേക് ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ ഗബ്രി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനോട് പറഞ്ഞതെല്ലാം സത്യമായിരുന്നോ മോളെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ജാസ്മിൻ എന്താണ് ഞാൻ അവനോട് പറഞ്ഞത്, എന്താണ് നീ സത്യമല്ലാത്ത കാര്യമായി അറിഞ്ഞത് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. പക്ഷെ അഭിഷേകിന് അവിടെ വെച്ചത് പറയാൻ സാധിക്കില്ല. കാരണം അഭിഷേക് ഉള്ളിൽ വിചാരിച്ചൊരു കാര്യം, ഗബ്രിയോട് ഞാൻ എന്താണ് പുറത്തെൻ്റെ ഒരു ഫ്രണ്ട് എന്നെ പ്രപ്പോസ് ചെയ്തു, ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്, ഞാൻ കമ്മിറ്റഡ് അല്ല എന്നുള്ള രീതിയിലാണ് ഗബ്രിയോട് ആദ്യ ആഴ്ചകളിൽ ജാസ്മിൻ പറയേണ്ടായത്. പക്ഷെ അഭിഷേക് കൃത്യമായിട്ട് വൈൽഡ് കാർഡായിട്ട് കയറിയ വ്യക്തി ആയതുകൊണ്ട് തന്നെ പുറത്ത് നടന്ന കാര്യങ്ങൾ ഏറെക്കുറെ അറിയാം. ജാസ്മിന്റെ അച്ഛൻ എന്താണ് പങ്കെടുത്ത ആ ഒരു ഇന്റർവ്യൂ, അതുപോലെ തന്നെ ജാസ്മിന്റെ എൻഗേജ്മെന്റ് ഒക്കെ തീർന്നിരിക്കുന്ന ഒരു കുട്ടിയാണെന്നുള്ള കാര്യമൊക്കെ അഭിഷേകിന് അറിയാം. അപ്പൊ ഈ ഒരു കാര്യമാണ് അഭിഷേക് അവിടെ പറയാൻ പോയത്. പക്ഷെ അഭിഷേകിന് പറയാൻ സാധിക്കില്ല, ഓൾറെഡി ഒരു യെല്ലോ കാർഡ് കിട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സ്ട്രൈക്ക് കാർഡ് എന്ന് പറയുന്നത് ഒരു തെറ്റും കൂടി ആവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചുവപ്പ് കാർഡ് കിട്ടി അഭിഷേക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ പുറത്ത് നടന്ന കാര്യങ്ങൾ എടുത്തു പറയാനായിട്ട് അഭിഷേകിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ജാസ്മിന്റെ ദൗർബല്യം എന്തെന്നറിയാം. അത് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ജാസ്മിൻ പ്രൊവോക്ക് ആയ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തന്നെ ഇഗ്നോർ ചെയ്ത് കളയുമ്പോഴാണ്. അല്ലെങ്കിൽ ജാസ്മിൻ പറയുന്ന വാക്കുകൾക്ക് പട്ടി വില കൊടുക്കാന്നൊക്കെ പറയൂലേ, കാരണം ജാസ്മിൻ എന്തു പറഞ്ഞു വന്നാലും ഒന്ന് പോടി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മാറ്റിക്കളയാം. അപ്പൊ ജാസ്മിൻ ഏകദേശം ഇങ്ങനെ പ്രൊവോക്കായി വരും. ജാസ്മിൻ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോയിന്റുകൾ പറയാൻ പറ്റാതെ വരും. ആ ഒരു സമയത്താണ് അഭിഷേകിനെ പോലെ ഒരു കണ്ടസ്റ്റന്റിന് ജാസ്മിന്റെ അടുത്ത് പറഞ്ഞ് വിജയിക്കാൻ പറ്റുന്നത്. ആ ഒരു കളി തന്നെയാണ് അഭിഷേക് കളിച്ചത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അഭിഷേക് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം ജാസ്മിൻ ഇങ്ങനെ പുറകെ ചെല്ലാണ്. ജാസ്മിന്റെ ടാലന്റ് സമ്മതിക്കണം, അഭിഷേകിന്റെ വായ എന്നത് എങ്ങനെയെങ്കിലും കൊണ്ടുവരാനായിട്ട് ജാസ്മിന്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ജാസ്മിൻ നുണയാ പറയടാ കള്ള എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിഷേകിന്റെ പുറകെ ഇങ്ങനെ വെച്ച് പിടിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് അഭിഷേകിന് എന്താണ് അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല. ജാസ്മിൻ അഭിഷേക് എവിടെ പോയാലും പുറകെ പോവാണ്. അപ്പോഴാണ് അഭിഷേകിന്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് ഇവളെ ഒന്ന് പ്രൊവോക്ക് ആക്കാന്നുള്ള രീതിയിൽ ഒരു കാര്യം പെട്ടെന്ന് വരുന്നത്. എടി എന്നാ നീ വേറെ ആളെ പിടിക്കും, നിന്റെയൊക്കെ ഇപ്പൊ കണ്ടന്റ് ഇല്ലല്ല, നീ കണ്ടന്റിന് വേണ്ടി തെണ്ടയല്ലേ, എന്നാ വേറെ ആളെ പിടിച്ച വാഴച്ചോട്ടി ചെന്നിരുന്ന് കണ്ടന്റ് ഉണ്ടാക്കുക. എന്നിട്ട് ഗബ്രീനെ പുറത്താക്കിയതുപോലെ കുറച്ച് നാൾ കഴിഞ്ഞ് അവനെയും പുറത്താക്കുക. കണ്ടന്റിന് വേണ്ടി തെണ്ട്, അവിടെ ചെന്നിരുന്ന് തെണ്ട്, വേറെ ആളെ പിടിക്കുക, എന്നിട്ട് അവൻ പുറത്തു പോകുമ്പോൾ വേറെ ആളെ പിടിക്കുക എന്നുള്ള രീതിയിൽ അഭിഷേക് സംസാരിച്ചപ്പോൾ ജാസ്മിൻ പെട്ടെന്ന് പ്രൊവോക്ക് ആയിപ്പോയി. അങ്ങനെ ഒരു കളിയാണ് ജാസ്മിനെ പോലെ ഒരു കണ്ടസ്റ്റന്റിന് എതിരായിട്ട് കളിക്കേണ്ടത്. കാരണം നല്ല രീതിയിൽ ടോക്കിംഗ് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അഭിഷേകിനേക്കാളും കുറച്ചുകൂടി ഒരു പടി മുകളിൽ നിൽക്കും ജാസ്മിൻ എന്താണ് സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ജാസ്മിന്റെ ശബ്ദം എന്നൊക്കെ പറയുന്നത് വളരെ എന്താണ് കാഠിന്യമേറിയ ഒരു ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ 10-ന് 10 കേൾക്കുകയും ചെയ്യും ഈ സാധനം. അപ്പൊ തീർച്ചയായിട്ടും അഭിഷേക് കളിച്ച ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിനൊന്നും ഇതിനൊന്നും എന്താണ് തന്റെ 100% ഒന്നും ജാസ്മിൻ പ്രൊവോക്കായില്ല. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഒന്നിതായി എന്നേ ഉള്ളൂ. പിന്നീടും അഭിഷേകിന്റെ പുറകെ ചെല്ലുകയാണ്. എടാ കള്ള നുണയാ പറയടാ, നീ എന്താണ് ഉദ്ദേശിച്ചത്, ഞാൻ ഗബ്രിയോട് എന്ത് കള്ളമാണ് പറഞ്ഞത്, എന്താണ് അറിയാവുന്നത്, നീ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിഷേകിന്റെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. എന്തൊക്കെയാലും ജാസ്മിൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ പട്ടിവില കൊടുക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു രീതിയിൽ ഇഗ്നോർ ചെയ്ത് കളയാണ് അഭിഷേക് ഉണ്ടായത്. അപ്പൊ തീർച്ചയായിട്ടും അഭിഷേകിന്റെ ഒരു ഗെയിമാണത്. എനിക്ക് വളരെ നല്ല രീതിയിൽ അത് കളിച്ചു എന്ന് എനിക്ക് തോന്നി. കാരണം ജാസ്മിനെ പോലെ നല്ല രീതിയിൽ ടോക്കിംഗ് സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മുന്നിൽ അധികം നേരം സംസാരിക്കാനായിട്ട് ഇരുന്നു കൊടുത്താൽ തീർച്ചയായിട്ടും ആ ഒരു ആർഗ്യുമെന്റിൽ ജാസ്മിൻ അഭിഷേകിനെ കൊണ്ട് പറയാനുള്ളതൊക്കെ പറയിപ്പിക്കുകയും ചെയ്യും, അഭിഷേകിന് കിട്ടാനുള്ളതൊക്കെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജാസ്മിനെ പോലെ ഒരു വ്യക്തിയെ ഇഗ്നോർ ചെയ്ത് കളയുക, ജാസ്മിൻ വരുന്ന സമയത്ത് പുല്ല് വില കൊടുത്ത് അങ്ങ് മാറിക്കളയുക, അതാണ് ശരിക്കും ഒരു നല്ല ഗെയിമർ അവിടെ വെച്ച് ചെയ്യേണ്ടത്. കാരണം പറഞ്ഞു തോപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. ഇപ്പോൾ നമ്മൾ ഒരു എന്താണ് ഡിബേറ്റിന് ഇരിക്കുകയാണെന്ന് വെച്ചോ, ഡിബേറ്റിന് ഇരിക്കുമ്പോൾ നമുക്ക് ഓരോ പോയിന്റുകളും
ആലോചിച്ചെടുത്ത് പറയാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതുപോലൊരു അടി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയിന്റുകൾ പറയാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ് വിജയിക്കാനുള്ള കഴിവില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ഇഗ്നോർ ചെയ്ത് കളയാം. അതും ഒരു ഗെയിം തന്നെയാണ്. അപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. തനിക്ക് അവിടെ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഗെയിം കളിച്ചേ പറ്റൂ. അങ്ങനെ ഒരു ഗെയിം ഇന്ന് അഭിഷേകിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. വളരെ നല്ല ഒരു ഗെയിമായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. തീർച്ചയായിട്ടും ജാസ്മിന്റെ കാര്യം അവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അഭിഷേക് എത്ര പ്രൊവോക്ക് ചെയ്തിട്ടും ആ ഒരു പോയിന്റ് അഭിഷേകിനെ കൊണ്ട് പറയിക്കാനായിട്ട് തന്റെ മാക്സിമം എഫേർട്ട് ഇട്ടാണ് ജാസ്മിനോട് നിന്നത്. അതും വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇവർ രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആണ്. എന്തൊക്കെയായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്